നമ്മുടെ ഉറക്കത്തെ കെടുത്തിക്കളയുന്ന വിഷയങ്ങൾക്കകത്തൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടില്ലേ? കിടന്നുറങ്ങാൻ, ഒന്ന് തല ചായ്ച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടബോധങ്ങളും പരാജയങ്ങളും ജീവിതം എന്തായിത്തീരും എന്നുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ യാത്രയിൽ എത്രയോ വട്ടം നമ്മൾ കിടന്ന് ശരിക്കും ഉറങ്ങാൻ കഴിയാതെ പോയ ദിവസങ്ങളും നാളുകളും നമ്മുടെ മുൻപിലില്ലേ? ഇന്ന് അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ദൂതാണ്, അല്ലെങ്കിൽ ഒരു പ്രവചന ശബ്ദമാണ്. എത്ര പ്രതിസന്ധികളുടെ നടുവിലും ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിങ്ങൾ ചെന്ന് വിശ്രമിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ശാന്തമായി വിശ്രമിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. യാക്കോബ് എന്ന് പറയുന്നൊരു ഭക്തനെക്കുറിച്ച് തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയും. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശമൊക്കെ വാങ്ങിക്കൊണ്ട് തട്ടിയെടുത്തുകൊണ്ട് ലാബാൻ്റെ വീട്ടിലേക്ക് ഓടുന്ന ജീവിതയാത്രയിൽ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് അദ്ദേഹം ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്ന് ഉറങ്ങുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് കാണുവാൻ കഴിയും. മാതാവിനെ, സഹോദരനെ, പിതാവിനെ ഒക്കെ നഷ്ടമായി സ്വന്തം വീടിൻ്റെ ഡോറ് അടയ്ക്കപ്പെട്ട അനുഭവങ്ങളെ കണ്ട് അങ്കിളുടെ വീട്ടിലേക്ക്, അല്ലെ ലാബാൻ്റെ വീട്ടിലേക്ക് ഓടുന്ന ഒരു വ്യക്തിക്ക് അന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ടവനാണ്. കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കിടന്നുറങ്ങാൻ പറ്റാത്ത ആ ദിവസം അദ്ദേഹം ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങിയെന്നാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ ഒരു പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോയിട്ടൊരു കല്ലെടുത്ത് തലയണയായി വെച്ച് ഉറങ്ങുവാൻ ഈ മനുഷ്യനെ പ്രാപ്തനാക്കി ഘടകം എന്താണ്? ഞാനിങ്ങനെ പറയാം, അവിടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദൈവമഹത്വത്തിൻ്റെ പോർട്ടലിലാണ് ഇദ്ദേഹം വന്ന് വിശ്രമിച്ചത്. സ്വർഗം തുറന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ കോവണി വഴി സദാസമയം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഗ്ലോറി സ്പോട്ടിലാണ് ഇദ്ദേഹം വന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒക്കെ മറക്കുമാറാക്കി അദ്ദേഹത്തിന് അന്ന് അവിടെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുവാൻ കഴിഞ്ഞു. ഞാനിവിടെ നിങ്ങളെ നോക്കിയൊരു ദൂത് പറയാം. നിങ്ങളെ നാളുകളായി കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്താണ്? രോഗമാണോ? കടഭാരമാണോ? വേർപാടുകളാണോ? നഷ്ടബോധങ്ങളാണോ? മുന്നോട്ട് പോകാൻ കഴിയും നാളെ എന്തായിത്തീരുമെന്നുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളാണോ? ഇത് ഒരു പ്രവചന ശബ്ദം പോലെ ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ചെന്ന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ അന്തരീക്ഷത്തിനകത്തിരിക്കുക. കർത്താവ് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തൊരു ശുഭത, ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തൊരു സ്വസ്ഥത നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. മഹത്വത്തിൻ്റെ സ്പോട്ടുകളിൽ, ഗ്ലോറി സ്പോട്ടുകളിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ ജീവിതത്തെ എത്ര ആടി ഉലയുമാറാക്കുന്ന വിഷയത്തിനകത്തൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിലെത്തുമ്പോൾ നിങ്ങളുടെ നിരാശകൾ വിട്ടുമാറി, നിങ്ങളുടെ പരാജയങ്ങൾ വിട്ടുമാറി, ആകുല ചിന്തകൾ വിട്ടുമാറി അടുത്ത ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ തിരിക്കുവാൻ അന്തരീക്ഷത്തിന് കഴിയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു ചെല്ലുക. ദൈവമഹത്വമുള്ള ഇടങ്ങളിൽ നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക. കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യും. പുതുവഴികളെ തുറക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടി ഒരു ശുഭകാലഘട്ടം തുറക്കും. നിങ്ങളുടെ വഴികളിൽ വലിയ ടേണിംഗ് പോയിന്റുകൾ നടക്കും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ജയകരമായി നടത്തും. അതുകൊണ്ട് ദൈവസാന്നിധ്യം ഉള്ള ഇടങ്ങളിൽ നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉറങ്ങാൻ കഴിയാത്തൊരു രാത്രിയിൽ ഒരു മനുഷ്യൻ സുഖമായി ഉറങ്ങി. എവിടെ? ദൈവസാന്നിധ്യമുള്ള ഇടത്ത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.